ദേ ഞാൻ ഈ സന്തോഷത്തോടെ പാക്ക് ചെയ്യുന്ന ഓർഡർ ഉണ്ടല്ലോ, എനിക്ക് വരാൻ പോകുന്ന ഒരു വലിയ പണിയാണെന്ന് ഞാൻ അറിയുന്നില്ല. നാട്ടിൽ നിന്നൊരു ഫ്രണ്ട് വിളിച്ചിട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടൊരു ഓർഡർ തന്നതാണ്. ആൾ വർക്കിംഗ് ആണ്, അതുകൊണ്ട് ക്രിസ്മസ് ഫംഗ്ഷന് മതി എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആത്മാർത്ഥത കൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ വെച്ച് ഞാൻ ഡിസംബർ 2ന് തന്നെ ഓർഡർ കൊറിയർ ചെയ്തു. സ്പീഡ് പോസ്റ്റാണ് ചെയ്തത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോൾ വന്നു, നിങ്ങൾ തന്ന അഡ്രസ്സിൻ്റെ പിൻകോഡ് റോങ് ആണ്. ഞാൻ ഉടനെ തന്നെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് തെറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് ആക്ച്വൽ പിൻകോഡ് ആൾ തന്നു. ഞാനത് പോസ്റ്റ് ഓഫീസിൽ അറിയിച്ചു. അവർ കറക്റ്റ് പിൻകോഡിൽ ഡെലിവറി അറ്റംപ്റ്റിന് പോവുകയും ചെയ്തു. 3 പ്രാവശ്യം പോയിട്ടും ആൾ വീട്ടിലില്ലതാനും കോളും അറ്റൻഡ് ചെയ്യുന്നില്ല. ആൾ കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരാഴ്ച ഡെപ്പോസിറ്റ് വെക്കാൻ പറ്റുള്ളൂ, ആളോട് വന്ന് കളക്ട് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരത്തി ഒരുപാട് എക്സ്ക്യൂസുകൾ പറഞ്ഞു. എനിക്കിത് പറ്റത്തില്ലടാ, ഒത്തിരി ദൂരെയാണ് പോസ്റ്റ് ഓഫീസ് വരുന്നത്, ഞാൻ എന്തായാലും മേടിച്ചോളാം എന്ന് പറഞ്ഞ് ഡിസംബർ 23 ആയപ്പം പ്രോഡക്റ്റ് എനിക്ക് റിട്ടേൺ വന്നു. റിട്ടേൺ വന്നത് കണ്ടില്ലേ, ഞാൻ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് വെച്ച് ഇയറിങ്സൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പാക്കറ്റ് കവറൊക്കെ കീറി നാശമായിട്ടാണ് വന്നത്. എന്തായാലും എനിക്കിതിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ പുള്ളിക്കാരത്തിൽ നിന്ന് ആദ്യമേ ക്യാഷ് വാങ്ങിയിട്ടില്ലായിരുന്നു. ഫ്രീ ഡെലിവറിയും ആയിരുന്നു. ഫ്രണ്ടല്ലേ, നമ്മളെ ചതിക്കില്ലല്ലോ പറ്റിക്കില്ലല്ലോ എന്ന വിശ്വാസത്തിലാണ് ചെയ്തത്. പക്ഷേ ഇതിൽ നിന്ന് എനിക്കൊരു പാഠം കിട്ടി. ഫ്രണ്ടായാലും ആരായാലും നമ്മൾ ആദ്യമേ ക്യാഷ് വാങ്ങിയിട്ടേ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ പാടുള്ളൂ. എന്തായാലും എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചതിച്ച് മറ്റുള്ളവരെ, അതും നമ്മുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ളവരെയൊക്കെ ചതിച്ച് ജീവിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഇനി ആരും ഇങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കട്ടെ.